السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل أعين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 161 പേജാണ് ഇന്ന് നമുക്ക് റയ്ഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 161 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما كان جواب قومه إلا أن قالوا أخرجوهم من قريتكم إنهم أناس يتطهرون فأنجيناه وأهله إلا امرأته كانت من الغابرين وأمطرنا عليهم مطرا فانظر كيف كان عاقبة المجرمين. وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءتكم بينة من ربكم فأوفوا الكيل والميزان ولا تبخسوا الناس أشياءهم ولا تفسدوا في الأرض بعد إصلاحها ذلكم خير لكم إن كنتم مؤمنين ولا تقعدوا بكل صراط توعدون وتصدون عن سبيل الله من آمن به وتبغونها عوجا واذكروا إذ كنتم قليلا فكثركم وانظروا كيف كان عاقبة المفسدين. وإن كان طائفة منكم آمنوا بالذي أرسلت به وطائفة لم يؤمنوا فاصبروا حتى يحكم الله بيننا وهو خير الحاكمين. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അറാഫിലെ 82 മുതൽ 87 വരെയുള്ള 6 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 8-ാമത്തെ ജുസ്ഇൽ 161-ാമത്തെ പേജ്. നമ്മളൊരു ജുസ്ഉ കൂടെ അവസാനിക്കുകയാണ്. 8-ാം ജുസ്ഇന്റെ അവസാനത്തെ പേജാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇനിയുള്ള പേജുകളും പഠിച്ചു പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. ആ സമൂഹത്തിന്റെ തോന്നിവാസങ്ങൾ, ഇതുവരെ ലോകത്താരും ചെയ്തിട്ടില്ലാത്ത പ്രകൃതി വിരുദ്ധമായ സ്വവർഗരതി അടക്കമുള്ള തെമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും നടത്തുന്ന അവരെ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം പരമാവധി ഉപദേശിച്ചു, തൗഹീദിലേക്ക് ക്ഷണിച്ചു. ഇതാണ് നമ്മൾ അവസാനമായി പറഞ്ഞു. അങ്ങനെ ക്ഷണിച്ചപ്പോ ആ ഖൗമ് നൽകിയ മറുപടിയാണ് ഇനിയുള്ള ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. നോക്കാം, 82 മുതൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما كان جواب قومه إلا أن قالوا أخرجوهم من قريتكم إنهم أناس يتطهرون. وما كان جواب قومه, ആ സമൂഹത്തിന്റെ മറുപടി ആയിരുന്നില്ല, ഇല്ല അൻകാലു, അവർ പറഞ്ഞതല്ലാതെയായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ജനതയുടെ പ്രതികരണം ഇത് മാത്രമായിരുന്നു. എന്താണ് അവർ പറഞ്ഞു? ഖാലു അഖ്രിജൂഹും, ലൂത്ത് നബി അലൈഹി സ്വലാമിനെയും കൂട്ടരെയും നിങ്ങൾ പുറത്താക്കണം. മിൻ ഖറിയത്തിക്കും, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ ഓരോ പുറത്താക്കി. ഓല് വലിയ ശുദ്ധന്മാരായ ആളുകൾ. ഇന്നഹും ഉനാസുൻ യതതഹറൂൻ, അവര് വലിയ ശുദ്ധന്മാരാണല്ലോ, ഇവിടുന്ന് പുറത്താക്കി അയക്കുന്ന നമുക്ക് നമ്മളെ പാടുപെട്ട് പോകാലോ, നമ്മളെ ഉപദേശിക്കാൻ ആരും വരൂലല്ലോ. പരിഹസിക്കുകയാണ് അവർ. വലിയ ശുദ്ധന്മാരായ ആളുകൾ ഇവിടുന്ന് പുറത്താക്കി ഇവിടെ. അങ്ങനെയാണ് അവർ അതിന് മറുപടി പറഞ്ഞത്. എന്നിട്ട് എന്താ സംഭവിച്ചു? അല്ലാഹു തആല പറയുന്നു 83-ൽ
ഫഅൻജയ്നാഹു അഹ്ലഹു ഇല്ല ഇംറഅതഹു കാനത് മിനൽ ഗാബിരീൻ. അവര് പറഞ്ഞത് ലൂത്ത് നബിയെയും കൂട്ടരെയും പുറത്താക്കാനാണ് അലൈഹിസ്സലാം. അല്ലാഹു തആല ചെയ്തത് എന്താ? ലൂത്ത് നബി അലൈഹിസ്സലാമും കൂട്ടരെയും രക്ഷപ്പെടുത്തി അവർ നശിപ്പിച്ചു കളഞ്ഞു. ഫഅൻജയ്നാഹു, അങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്തി ഹു ലൂത്ത് നബി അലൈഹിസ്സലാമിനെ വ അഹ്ലഹു, മഹാനവറുകളുടെ വീട്ടുകാരെയും. പക്ഷേ ഒരാൾ ഒഴിവാണ്, ഇല്ല ഇംറഅതഹു, അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒഴികെ. കാനത് മിനൽ ഗാബിരീൻ, അവൾ നാശമടഞ്ഞവരിൽപ്പെട്ടവളാണ്, നാശമടഞ്ഞുപോരപ്പെട്ടു അവൾ. ഗാബിരീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പുറം തിരിഞ്ഞു നിന്നവരിൽപ്പെട്ടവളായിരുന്നു എന്നാണ് ശരിക്കും അർത്ഥം. പുറം തിരിഞ്ഞു നിന്നവളായിരുന്നു, അതുകൊണ്ട് അവൾ നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി. എന്താണ് കാനത് മിനൽ ഗാബിരീൻ, അവൾ നാശമടഞ്ഞവരിൽ പെട്ടുപോയി. എന്താ അവർ ചെയ്തത്? എന്താ ശിക്ഷ ഇറക്കിയത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയെ കീഴ്മേൽ മറിച്ചു. അതിനോടൊപ്പം വഅംതർനാ അലൈഹിം മതറാ ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. വഅംതർനാ, നമ്മൾ വർഷിക്കുകയും ചെയ്തു, അലൈഹിം, അവരുടെ മേൽ, മതറൻ, കല്ലിന്റെ മഴ. മഴ എന്നാണ് അർത്ഥം, കൽമഴ എന്നാണ് ഉദ്ദേശം. കൽമഴ, കല്ലിന്റെ മഴ, കന്മഴ അല്ലാഹു തആല അവരുടെ മേൽ വർഷിച്ചു. ഫൻദുർ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൈഫ, ഫൻദുർ കൈഫ കാന, എങ്ങനെയായിരുന്നു, ആഖിബത്തുൽ മുജ്രിമീൻ, കുറ്റവാളിയുടെ പര്യവസാനം. കുറ്റവാളിയുടെ പര്യവസാനം എങ്ങനെയായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹു തആല നമ്മൾ ബോധിപ്പിച്ചത്. ഈ ചരിത്രത്തിന്റെ ചുരുക്കരൂപമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ലൂത്ത് നബി അലൈഹിസ്സലാം അവിടുത്തെ 2 പെൺമക്കളെയും കൂട്ടി ആ നാട്ടിൽ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്തത്. രാവിലെ ആയപ്പോഴേക്കും അവർക്ക് ശിക്ഷ വന്നെത്തി. അവരുടെ മേൽ മഴ വർഷിച്ചു എന്ന് പറഞ്ഞത് ചുട്ടുപഴുത്ത കല്ല് കൊണ്ടുള്ള ഒരു മഴയായിരുന്നു എന്ന് 15-ാം അധ്യായം 74 പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹിം ഹിജാറത്തൻ മിൻ സിജ്ജീൻ. അങ്ങനെ ചുട്ടുപഴുത്ത കല്ലുകൾ കൊണ്ട് തലക്കുമീത് വർഷിച്ചു. ആ പ്രദേശത്തെ കീഴ്മേൽ മറിച്ചു എന്ന് ഈ സൂറയിൽ തന്നെ നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? ഈ സൂറയിൽ തന്നെ അങ്ങ് കീഴ്മേൽ മറിച്ചു എന്ന് പറഞ്ഞു. അവരെ നശിപ്പിക്കുന്ന വിവരം അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറിയിച്ചിരുന്നു എന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. മലക്കുകൾ മുഖേന ഞങ്ങൾ ഇന്ന ആളെടുത്തേക്കാണ്, ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ കൊമ്മിന്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? ആ സമയത്ത് അങ്ങനെ ചെയ്യരുത് എന്ന് മഹാനവകൾ അന്വേഷിച്ചിരുന്നു. അവിടെ കുറെ നല്ല ആൾക്കാരുള്ളതിനെ നമുക്ക് പറഞ്ഞിട്ടില്ലേ? അങ്ങനെയൊക്കെ അവരോട് സംസാരിച്ചതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം അവരെ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നതായിരുന്നു. അങ്ങനെയാണ് ആ ശിക്ഷ അവർ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇനി നമ്മൾ 85-ാമത്തെ ആയത്തിലേക്ക് കടക്കുന്നു. മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമാണ് ഇനി പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സൂറത്തുൽ അഅറാഫിൽ പ്രവാചകന്മാരുടെ ചരിത്രം ചുരുക്കിയാണ് അള്ളാഹു തആല പറയുന്നത്. ഇനി പഠിക്കുന്നത് ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമാണ്. ഖതീബുൽ അംബിയ എന്നാണ് മഹാനവകൾ അറിയപ്പെടുക. ഖതീബുൽ അംബിയ ജോർദാനിലെ മദിയൻ എന്ന പ്രദേശത്താണ് അവരും അവരുടെ ഖൗമും താമസിച്ചിരുന്നത്. അൽ അഖബ ഉൾക്കടലിനും ചാവ് കടലിനും ഇടയിൽ കിഴക്ക് ഭാഗത്ത് മആനിനും പടിഞ്ഞാറ് ഭാഗത്ത് സീനാ മരുഭൂമിക്കും ഇടയിലുള്ള ഒരു പ്രദേശമാണ് മദിയൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് 4 മക്കളുണ്ടായിരുന്നല്ലോ. ഇസ്ഹാഖ്, ഇസ്മായിൽ അലൈഹിമുസ്സലാം, മദിയൻ, മദായിൻ, ഇങ്ങനെ 4 പേർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു ഭാര്യയായിരുന്നു ഖത്തൂറ. ഈ ഖത്തൂറയിൽ ജനിച്ച ആളാണ് മദിയൻ എന്നവർ. ആ മദിയന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഇവിടെ പറയുന്ന ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ ജനത. ഗോത്രത്തിന്റെ പിതാവിന്റെ പേരിൽ ആ സ്ഥലവും പിന്നീട് അറിയപ്പെടുകയായിരുന്നു, അതായത് മദിയൻ എന്നറിയപ്പെടുകയായിരുന്നു. ആ നാട് നല്ല മരങ്ങളും കായ്ക്കനികളും കൃഷികളും ഒക്കെ നിറയെ ഉള്ള സ്ഥലമായിരുന്നു എന്നാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തിന് അറബിയിൽ ഐക്ക എന്ന് പറയാറുണ്ട്. ഐക്കത്ത്, മരങ്ങളും സസ്യലതാദികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തിന് അറബിയിൽ എന്ത് പറയും? ഐക്കത്ത് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ആളുകൾക്ക് ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ ഖൗമിന് ഐക്കത്തുകാർ എന്ന് പറയാറുണ്ട്. മരങ്ങൾ നിറഞ്ഞ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ എന്ന പേരിൽ അവർ അറിയപ്പെടുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അസ്ഹാബുൽ ഐക്ക എന്നവരെ കുറിച്ച് അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ അസ്ഹാബുൽ ഐക്ക എന്ന പേര് വരാൻ വേറെയും കാരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഐക്ക എന്ന് പറഞ്ഞാൽ ഒരുതരം മുള്ളുമരമാണ്. ആ മുള്ളുമരത്തെ ഇവർ ആരാധിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത് എന്നും ഒരു അഭിപ്രായമുണ്ട്. ഏതായാലും സൂറത്ത് ഹിജ്റിലെ 78-ൽ, സൂറത്ത് ഷുഅറയിലെ 176-ൽ, സൂറത്ത് സ്വാദിലെ 13-ൽ, സൂറത്ത് ഖാഫിലെ 14-ൽ
ഈ പേര് പറഞ്ഞുകൊണ്ടാണ് അവരെ പരാമർശിച്ചത്. നമുക്കറിയാമല്ലോ, മൂസാ നബി അലൈഹി ഇസ്ലാം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട ഓടി അഭയാർത്ഥിയായി ചെന്ന സ്ഥലമാണ്, നാടാണ് മദിയൻ. അന്ന് അഭയം നൽകിയതാരാ? മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാമാണ്. പിന്നെ അവിടെ തിരിച്ചു വന്നപ്പോൾ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ മകളെ സഫൂറ എന്നവരെ കെട്ടിച്ചു കൊടുത്ത വിവരം, കുടുംബവുമായി ഈജിപ്തിലേക്ക് മടങ്ങി വരുന്ന വിവരം, വഴിയിൽ വെച്ച് തുരിശിന മലയിൽ അള്ളാഹുവിന്റെ വിളി കേട്ട് അല്ലേ പ്രവാചകത്വം ലഭിച്ച വടിയും പിന്നെ മുഅ്ജിസത്തുകളൊക്കെ ലഭിച്ച അവിടുന്ന് തിരിച്ചു ഫിറൗന്റെ അടുത്തേക്ക് വരുന്ന രംഗം ഒക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിശദമായി വരികയും ചെയ്യുന്നു. ആ സമയത്ത് വിശദമായി പഠിക്കാം ഇൻഷാ അല്ലാഹ്. മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായവും മുൻകഴിഞ്ഞ സമുദായങ്ങളെ പോലെ തന്നെ റബ്ബിൽ വിശ്വസിക്കാൻ തയ്യാറായില്ല. അവർ വലിയ കച്ചവടക്കാരായിരുന്നു എന്നാണ്, ഭയങ്കര വ്യാപാരികളായിരുന്നു. പക്ഷേ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നത് അവരുടെ പതിവായിരുന്നു എന്ന്. ആളുകളെ വല്ലാതെ പിഴിഞ്ഞിടുന്നവർ, കഷ്ടപ്പെടുത്തിയിരുന്നവർ, കൂടെ വേറെയും ചില വേണ്ടാത്തരങ്ങൾ സ്വാഭാവികമായും അവർക്കുണ്ടായിരുന്നു. അതെല്ലാം നിർത്തണമെന്നാണ് മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാം അവരോട് പറയുന്നത്. ഇനി നമ്മൾ ആയത്തുകൾ പഠിച്ചു നോക്കാം. 85-ാമത്തെ ആയത്ത്. എല്ലാ റസൂലുകളും പ്രബോധനം ചെയ്യുന്ന അടിസ്ഥാനപരമായ തൗഹീദ് തന്നെയാണ് മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാമും പ്രബോധനം ചെയ്തത്. അതോടൊപ്പം ആ സമുദായത്തിൽ നടന്നു വന്നിരുന്ന തെറ്റായ നടപടികൾ എല്ലാ പ്രവാചകന്മാരും ചെയ്തതുപോലെ അതിനെക്കുറിച്ച് ഉദ്ബോധനം നടത്തുകയും ചെയ്തു. മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാം ഖൗമിൽ തൗഹീദിലേക്ക് അവരെ ക്ഷണിച്ച ശേഷം പ്രധാനമായി ഉണ്ടായിരുന്ന മോശമായ പ്രവണതകളെ കുറിച്ച് മഹാനവറുകൾ ഉപദേശിക്കുകയാണ്. എന്തൊക്കെയാണ് അവരുണ്ടായിരുന്ന വേണ്ടാത്തരങ്ങൾ? ഒന്നാമത്തെ ഉപദേശം എന്താ? നിങ്ങൾ അളവും തൂക്കവും പൂർത്തിയാക്കി കൊടുക്കണം. ജനങ്ങൾക്ക് അവകാശപ്പെട്ട സാധനങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, നിങ്ങൾ പൂഴ്ത്തിവെക്കരുത്, അല്ലെങ്കിൽ പിടിച്ചെടുക്കരുത്. അവർക്ക് നിങ്ങൾ സാധനങ്ങൾ കുറവ് വരുത്തരുത്. ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉപദേശം അവർ സ്വീകരിച്ചില്ല, ധിക്കരിച്ചു. അങ്ങനെ ധിക്കരിച്ച് മഹാനവറുകൾ നടത്തിയ കുതർക്കങ്ങൾ, വാഗ്വാദങ്ങൾ, വാക്കേറ്റങ്ങൾ സൂറത്ത് ഹൂദിൽ വിശദമായി വരുന്നുണ്ട്. അവിടെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. അവർ വളരെ അതിരുലംഘനം നടത്തിയിരുന്ന ആളുകളായിരുന്നു ഈ വിഷയം. ഓര് പറഞ്ഞത് ഞങ്ങളെ കാശല്ലേ, ഞങ്ങളെ സമ്പത്തല്ലേ, ഞങ്ങളെ കച്ചവടമല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമല്ലേ ചെയ്തുകൂടെ, അത് തടയാൻ നീ ആരാ? അങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. നീ ഒരു നിസ്കാരക്കാരൻ, നിന്റെ നിസ്കാരമാണോ ഞങ്ങളെ ഇന്ന് തടയാൻ പ്രേരിപ്പിക്കുന്നത്? ഇങ്ങനെയൊക്കെ മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാമിനെ അവർ എതിർത്തത്. അതാണ് ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത്തെ ഉപദേശം, ഭൂമി, അള്ളാഹുവിന്റെ ഭൂമി ഇപ്പൊ നല്ല മട്ടത്തിലാണ്. പ്രവാചകന്മാരെ നിയോഗിച്ച് അള്ളാഹു തആല നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളായിട്ട് ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, നാശമുണ്ടാക്കരുത്. ഈ രണ്ട് ഉപദേശങ്ങളാണ് 85-ാമത്തെ ആയത്തിലുള്ളത്. മൂന്നാമത്തെ ഉപദേശം അടുത്ത ആയത്തിൽ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നോക്കാം 85-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ മദ്യന അഖാഹും ശുഐബ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു ഖദ് ജാഅത്കും ബയ്യിനത്തും മിർ റബ്ബിക്കും فأوفوا الكيل والميزان ولا تبخسوا الناس أشياءهم ولا تفسدوا في الأرض بعد إصلاحها ذلكم خير لكم إن كنتم مؤمنين. إلى മദിയനിലേക്ക് നാം നിയോഗിച്ചു അഖാഹും, അവരുടെ സഹോദരനായ ശുഐബ് നബി അലൈഹി ഇസ്ലാമിനെ. എന്നിട്ട് അദ്ദേഹം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. കാല മഹാനവറുകൾ പറഞ്ഞു, യാ ഖൗമി, എന്റെ സമൂഹമേ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ വേറൊരു ആരാധന നിങ്ങൾക്കില്ല തന്നെ. ഖദ് ജാഅത്കും, നിങ്ങൾക്കിതാ വന്നു കിട്ടിയിരിക്കുന്നു, ബയ്യിനത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ശരിയായ തെളിവ്, വ്യക്തമായ ദൃഷ്ടാന്തം നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഫഔഫു, അതുകൊണ്ട് നിങ്ങൾ പൂർത്തിയാക്കണം, അൽ കൈല, അളവ്, വൽ മീസാന, തൂക്കവും അളവും നിങ്ങൾ പൂർത്തിയാക്കണേ. വലാ തബ്ഖസുൻ നാസ അശിയാഅഹും, ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങൾ നിങ്ങൾ കുറച്ചു കൊടുക്കരുത്. തബ്ഖസു എന്ന് പറഞ്ഞാൽ കുറക്കരുത്, കമ്മി വരുത്തരുത്. ജനങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾ അവർക്ക് കുറച്ചു കൊടുക്കരുത്. വലാ തുഫ്സിദൂ ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്, നാശമുണ്ടാക്കരുത്. ബഅദ ഇസ്ലാഹിഹാ, അതിനെ നന്നാക്കിയ ശേഷം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ദാലികും ഖൈറുൽ ലക്കും, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഉത്തമം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ വിശ്വാസം സ്വീകരിച്ചുകൊള്ളൂ, വേണ്ടാത്തരങ്ങൾ നിർത്തിക്കൊള്ളൂ. നിങ്ങൾ രണ്ട് ഉപദേശമാണ് അവിടെ കൊടുക്കുന്നത്. ഫൗഫുൽ കൈല വൽ മീസാന വലാ തബ്ഖസുൻ നാസ അശിയാഅഹും, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. ഇന്നത്തെ ആളുകളോട് ഇതെങ്ങനെ പറയണമല്ലേ? നമ്മുടെ നാടുകളിലേക്ക് സാർവത്രികമാണിത്. എല്ലാവരും ഏറെക്കുറെ ഇതേ അവസ്ഥയാണ് എല്ലായിടത്തും. കൃത്രിമം കാണിക്കുക അളവിലും തൂക്കത്തിലും.
അള്ളാഹും റസൂലും കണിശമായി വിരോധിച്ച സംഗതിയാണിത്. മുസ്ലിങ്ങളാണ് തീരെ ചെയ്യാൻ പാടില്ലാത്തത്. പക്ഷേ അനുഭവം വെച്ച് നോക്കുമ്പോൾ പല നമ്മളെ കൗമിൽപ്പെട്ട ആളുകൾ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ മുന്നിലാണ് ഇത്തരം കാര്യങ്ങൾ. നമ്മൾ അള്ളാഹു രക്ഷിക്കട്ടെ. നമ്മൾ ശ്രദ്ധിക്കണം. കച്ചവടക്കാരും മറ്റും നന്നായി ശ്രദ്ധിക്കണം. രക്ഷപ്പെടാൻ കഴിയാത്ത വിഷയമാണ്. അന്യന്റെ ഹക്ക് കൈപ്പറ്റലാണ്. തൂക്കത്തിലും അളവിലും കുറവ് വരുത്തുക എന്ന് പറഞ്ഞാൽ അന്യന്റെ ഹക്ക് കൈപ്പറ്റുക. ആരൊക്കെ വന്നിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിപ്പോവുക കടയിൽ വന്ന്? ആരൊക്കെയുമായാണ് നമ്മൾക്ക് ഇടപാട് നടത്തേണ്ടി വരിക? ഇതാരൊക്കെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയോ? ഇങ്ങനെ നമ്മൾ ആർക്കെങ്കിലും കമ്മി വരുത്തിയിട്ടെങ്കിൽ അവരോട് ആ ഹക്ക് പൊരുത്തപ്പെടിപ്പിക്കാതെ തൗബ ചെയ്താൽ പടച്ചവൻ തൗബ സ്വീകരിക്കുമോ? മനുഷ്യരുമായി ബന്ധപ്പെട്ട ഹക്കുകളാണെങ്കിൽ ആ ഹക്ക് വീട്ടാതെ തൗബ ചെയ്താൽ ശരിയാവുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രമാത്രം ഗൗരവമാണ്. എങ്ങനെയാണ് അളവ് തൂക്കങ്ങളിൽ കമ്മി വരുത്തിയിരുന്ന ആളുകൾക്ക് ആ കുറ്റത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയുക? എങ്ങനെയാണ് ആരെയാണ് അത് പൊരുത്തപ്പിടിക്കുക? അവരുടെ കടയിൽ വന്ന ആളുകളെ മുഴുവൻ പൊരുത്തപ്പിടിക്കാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളുടെ കുറച്ച് അങ്ങോട്ട് പോയാലും ആരാൻ്റെത് ഒരു തരി നമുക്ക് ഇങ്ങോട്ട് വേണ്ട. ഇതാണ് നമ്മുടെ പോളിസി. കുറച്ചധികം അങ്ങോട്ട് ഇട്ടു കൊടുക്കുക. നമ്മൾ സാധനങ്ങൾ തൂക്കി കൊടുക്കുന്ന സമയത്ത് ആരാന്റെ ഹക്ക് നമുക്ക് തീരെ വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വിഷയം, ഇദാ വസൻതും ഫർജിഹു, നിങ്ങൾ തൂക്കുകയാണെങ്കിലേ കുറച്ചെന്തെങ്കിലും അധികം ഇട്ട് കൊടുത്തിട്ടോ, അതിന് പ്രശ്നമില്ലല്ലോ. എത്ര നല്ല ഉപദേശമാണത്. നമ്മളത് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയാലും ആരാൻ്റെത് ഒരു തരി പോയി ഇങ്ങോട്ട് വരും. ജാതി മതഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നത് മോശമാണ്. പക്ഷേ സർവത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ ഇങ്ങോട്ട് വാങ്ങാൻ ഒരു അളവ് പാത്രം, ഒരു തൂക്കം, ഒരു തുലാസ്, അങ്ങോട്ട് കൊടുക്കാൻ വേറെ അളവ് പാത്രം, വേറെ തുലാസ് നിനക്ക് ഉപയോഗിക്കുന്നതാണ്. ഇതെത്രമാത്രം ഗൗരവത്തോടെ അല്ലാഹു കാണുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറ തന്നെ ഇവരുടെ പേരിൽ അറിയപ്പെടുന്നുണ്ടല്ലോ, മുത്തഫിഫീൻ. അളവ് തൂക്കങ്ങളിൽ കുറവ് വരുത്തുന്നവർ എന്നാണ് അതിന്റെ പേര്. സൂറത്തുൽ മുത്തഫിഫീൻ. കഠിനമായ താക്കീതുകളാണ് ഈ പണി ചെയ്യുന്ന ആൾക്ക് അല്ലാഹു അവിടെ കൊടുക്കുന്നത്. വെറും നരകമുണ്ട് എന്നല്ല, വയിലുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താണ് വയില്? അൽവാദില്ലദീ യസീലു മിൻ സദീദി അഹ്ലി ജഹന്നം. യാ റബ്ബ്, നരകവാസികളായ ആളുകളുടെ ചീഞ്ചലം കുത്തിയൊലിച്ചു വരുന്ന താഴ്വരകൾ, അവിടെയാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചാണ് ശിക്ഷയുള്ളത്. പിന്നെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കയ്യും കെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരുമെന്ന ശക്തമായ താക്കീത് ആ സൂറയിൽ അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. വല്ലാത്തൊരു രംഗമല്ലേ അത്. ഇത്തരം തോന്നിവാസങ്ങളും അക്രമങ്ങളും ചെയ്യുന്ന ആളുകൾ റബ്ബിന് മുമ്പിൽ മറുപടി പറയേണ്ടേ അന്യന്റെ ഹക്കെടുത്തതിന്? പിന്നെ ആ സൂറയിൽ അത്തരം ആളുകൾക്ക് ശിക്ഷയാണ് പിന്നീട് വിവരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ പഠിക്കാം വിശദമായി. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാട്ടിയാൽ പരലോകത്ത് മാത്രമല്ല ശിക്ഷ ലഭിക്കുക, ഇഹലോകത്ത് വെച്ച് തന്നെ അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. അതുകൊണ്ടാണ് ശുഐബ് നബി അലൈഹിസ്സലാം മഹാനവറുകളുടെ സമൂഹത്തിന്റെ കഥ പറഞ്ഞ് അല്ലാഹു തആല നമ്മളെ ഉത്ബുദ്ധരാക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനാണ് ഈ കഥ പറഞ്ഞു തരുന്നത്. മഹാന്മാരായ സ്വഹാബികളൊക്കെ കച്ചവടക്കാരെ കണ്ടാൽ പ്രത്യേകം പറയുമായിരുന്നു, ശ്രദ്ധിക്കണേ, കച്ചവടമാണ്, അന്യന്റെ ഹക്ക് കൈപ്പറ്റരുത്, മരിക്കുന്ന സമയത്ത് അനുഭവിക്കുമെന്നാണ്. മഹാനായൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അയൽവാസി മരണാസന്നനായി കിടക്കുന്നെന്ന് അറിഞ്ഞ് അവിടെ ചെന്നപ്പോ ആ അയൽവാസി, ആ മനുഷ്യൻ ഇങ്ങനെ പറയാണ്, ജബലൈനി മിന്നാർ, ജബലൈനി മിന്നാർ, തീയിന്റെ രണ്ട് വലിയ മലകളല്ല ഞാൻ കാണുന്നു. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ കാണുന്നു തീയിന്റെ വലിയ രണ്ട് മലകൾ. അപ്പോ ഈ വന്ന അടുത്തും അപ്പുറത്തുനിന്ന് വന്ന ആൾ ചോദിച്ചു, എന്തായി പറയുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവാണ്, ഞാൻ വലിയ ശിക്ഷ കാണുന്നു മുന്നിൽ. ഞാൻ എൻ്റെ ജീവിതകാലത്ത് അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിരുന്ന ആളാണ്. എനിക്ക് 2 അളവ് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, ഒന്ന് കൊടുക്കാനും ഒന്ന് വാങ്ങാനും, ആളുകളെ പറ്റിക്കാനും, അങ്ങോട്ട് ഞാൻ അതിൽ കൃത്രിമം നടത്തുന്ന ആളായിരുന്നു എന്നർത്ഥം. പരിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ ഈ പണിയെക്കുറിച്ച് താക്കിയിരുന്നു. ഹദീസുകളിലുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ കച്ചവടക്കാരനെ ശ്രദ്ധിക്കണേ. സൂറത്ത് ഇസ്രായേൽ റബ്ബ് പറഞ്ഞില്ലേ, വസിനൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം വഔഫുൽ കൈല ഇദാ കിൽതും വസിനൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം. സൂറത്ത് ഇസ്രായേൽ 35. അപ്പൊ നല്ല തുലാസ് തന്നെ വാങ്ങി വെക്കുക, പൂർത്തിയാക്കി അളന്നു കൊടുക്കുക. ഒരു കുഴപ്പമില്ലാത്ത, കംപ്ലൈന്റ് ഇല്ലാത്ത തുലാസ് വാങ്ങി വെക്കുക. തുലാസൊക്കെ മുന്തിയ തന്നെ കാരണം, പക്ഷേ
സാധനം തൂക്കം കൂടാൻ വേണ്ടി വേറെ കുറെ ചപ്പടി വിദ്യകൾ കാണിക്കുന്ന ആളുകളുണ്ട് അല്ലേ? തുലാസിന്റെ അടിയിൽ എന്തെങ്കിലും ഒട്ടിച്ചു വെക്കാം, ആളുകൾ അറിയാത്ത വിധം എന്തെങ്കിലുമൊക്കെ അതിന്റെ അടിയിൽ ഒട്ടിച്ചു വെക്കാം. സ്വർണം തൂക്കുന്ന തുലാസിലൊക്കെ ഏറെ കടത്തിവിടാം. ഇറച്ചി വിൽക്കുന്ന ആളുകളെ ഇറച്ചിയുടെ പുറത്ത്, പിന്നെ ഇറച്ചി വിൽക്കാൻ വേണ്ടി തൂക്കിയിട്ടിരിക്കുന്ന ഇറച്ചിയുടെ പുറത്ത് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നനഞ്ഞ സാധനം എന്തായാലും തൂക്കം കൂടൂലേ? അപ്പൊ അത് കഷ്ണമാക്കി മുറിച്ച് തുലാസിലിടുന്ന സമയത്ത് എന്താവും? തൂക്കം കൂടും. ശരിക്കും അറുത്ത് കഴിയുമ്പോൾ ചോര മുഴുവൻ പോയിട്ടുണ്ടാവും. അപ്പൊ അത് തൂക്കം കൂടാൻ വേണ്ടി എന്താകുക? വെള്ളം ചേർക്കുക. അതേപോലെ തന്നെ ശരിക്കും അറുക്കാതെ വിൽപ്പനയ്ക്ക് വേണ്ടി വെക്കുക. അപ്പൊ എന്തായാലും ചോര കൂടുതൽ പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ സാധനത്തിന് കനം കൂടും. ഇതൊക്കെ വേണ്ടാത്തരങ്ങളാണ്. ഇതൊക്കെ ഈ അളവ് തൂക്കങ്ങളിൽ കൃത്രിമത്വം കാണിക്കുന്നതിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മാർക്കറ്റിലൂടെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു ചാക്കിൽ കൈയിട്ടു. ആ ചാക്കിൽ കൈയിട്ട സമയത്ത് കൈ ഇങ്ങനെ നനവുമ്പോ കൈ തട്ടി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല മനുഷ്യ, എന്താ ഇത്? അയാൾ പറഞ്ഞത് മഴ കൊണ്ടതാണ് നബിയെ. ശരി, മഴ കൊണ്ടതാണെങ്കിൽ നിനക്കത് മുകളിൽ ആളുകൾ കാണുന്ന രൂപത്തിൽ വെച്ചൂടെ? എന്തിനത് ഉള്ളിലേക്ക് പൂഴ്ത്തി വെച്ചത്? ഇങ്ങനെ വഞ്ചന നടത്തുന്ന ആളുകൾ എന്റെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. ഗൗരവമായ വിഷയമാണ്. കച്ചവടക്കാർ ശ്രദ്ധിക്കുക. ഇറച്ചി കച്ചവടക്കാർ മാത്രമല്ല, എല്ലാത്തരം കച്ചവടക്കാരും പൊതുവെ അങ്ങനെയാണ്. മറ്റു കച്ചവടങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഉള്ളി വാങ്ങിയാൽ അതിൽ കാര്യമായിട്ട് തൊലി ഉണ്ടാവും, പയറ് വാങ്ങിയാൽ കാര്യമായിട്ട് കല്ലുണ്ടാവുക. അത് അതേപോലുള്ള കല്ല്, അതാണ് അത്ഭുതം. അതേപോലെയുള്ള കളറും സൈസൊക്കെ ഉള്ള കല്ല്. അരി വാങ്ങിയാൽ അതിലും കല്ല്. അരിക്ക് തന്നെ പ്ലാസ്റ്റിക് ഡ്യൂപ്ലിക്കേറ്റ്, നല്ല ഒറിജിനൽ പിന്നെ ഒന്നാം തരം ബസ്മതിയെ വെല്ലുന്ന പ്ലാസ്റ്റിക് ബസ്മതി റൈസ്. ഒറിജിനൽ ഏതാണെന്ന് അറിയില്ല, ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് അറിയില്ല. ഒരേ സാധനം തന്നെ ഒരേ അളവിൽ വേറെ വേറെ കടകളിൽ നിന്ന് വാങ്ങിയാൽ വ്യത്യാസം കാണുകയാണ്. ഒരേ തൂക്കം ഒരേ പാക്കറ്റ് പല സ്ഥലങ്ങളിൽ വാങ്ങിയാൽ വ്യത്യാസം കാണുകയാണ്. അതുപോലെ പാക്കറ്റുകളാക്കി വരുന്ന സംഗതി, അതിലും പല സമയത്തും തൂക്കം കുറവുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. 1000 ഗ്രാം എന്ന് എഴുതും, 970 950 അല്ലെങ്കിൽ ചില്ലറ എന്തെങ്കിലും കുറവ് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇന്ന് പിഴിയ. എവിടേക്കാണ് ഉണ്ടാക്കുന്നത്? അളവ് തൂക്കങ്ങളിൽ കുറവ് വരുത്തുക, ഇത് പൊതുവെ പറയുകയാണ്. വഞ്ചനാപരമായി കച്ചവടം നടത്തുന്ന ഏർപ്പാടുകളെല്ലാം ഇതിൽ പെടും. ഇത് പൊതുവെ ഒരു വിഷയം പറഞ്ഞു, അളവ് തൂക്കം നിങ്ങൾ കമ്മി വരുത്തുക. അതേപോലെ തന്നെയാണ് വഞ്ചിച്ച് ചതിയിലൂടെ നടത്തുന്ന കച്ചവടങ്ങളൊക്കെ. കളറടിക്കുക, എന്നിട്ട് അത് ജപ്പാന്റേതാന്ന് പറയാം. ചൈനന്റെ സാധനമായിരിക്കും, കളറൊക്കെ അടിച്ചിട്ട് കുട്ടപ്പനാക്കിയിട്ട് ജപ്പാന്റേതാന്ന് പറയാ. മോഡിഫൈ ചെയ്ത് കുട്ടപ്പനാക്കുക. 2 ദിവസം കൊണ്ട് ആ സാധനം പൊട്ടും. വാങ്ങിയ ആള് മാനക്കട പുറത്ത് പറയില്ല. പറ്റിക്കുക തന്നെ. നമ്മളും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. പറ്റിക്കപ്പെടാൻ നമ്മൾ നിന്ന് കൊടുക്കരുത്. തൂക്കി വാങ്ങുമ്പോൾ അതിന്റെ ബില്ല് തരുമ്പോൾ ഒക്കെ നോക്കുക. ഇടയ്ക്കെങ്കിലും റാൻഡം ആയിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ വിഷയം ചെക്ക് ചെയ്യണം. കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലാണെങ്കിൽ പോലും ചെക്ക് ചെയ്യണം. പ്രോഗ്രാം ചെയ്ത് വെച്ച് തരികട ചെയ്യാലോ. പെട്രോൾ പമ്പുകളൊക്കെ നിരന്തരം നടക്കുന്ന വിഷയം അതല്ലേ. മറ്റൊരുപാട് സംഗതികൾ അങ്ങനെ ചെയ്യാം. സ്ത്രീകളാണ് സാധനം വാങ്ങുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവരിത് ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവര് ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. അവർ പിന്നെ വല്ലാതെ ഇറക്കിക്കാനൊന്നും നിൽക്കൂലല്ലോ. ആരപ്പതൊക്കെ നോക്കുക എന്നാണ് കച്ചവടക്കാരുടെ ചിന്ത. അങ്ങനെ നമ്മൾ പറ്റിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നിന്നു കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത്തരം അനീതികൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക. അതിനെതിരെ നമ്മൾ രംഗത്ത് വരണം. നമ്മൾ സാധനം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുകയും വേണം. വേറെയും പല മേഖലകളിൽ ഇനി തട്ടിപ്പ് വരാം. അതായത് കള്ള സർട്ടിഫിക്കറ്റ്, അതൊക്കെ ഇതിന്റെ പരിധിയിൽ വരും. വിദ്യാഭ്യാസപരമായ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, യാത്രാ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കള്ളത്തരത്തിൽ സംഘടിപ്പിക്കുന്ന എത്ര ആളുകളുണ്ട്. ഇന്നത് സാർവത്രികമാണ്. PhD സർട്ടിഫിക്കറ്റ് വരെ പൈസ കൊടുത്താൽ കിട്ടുമെന്നാണ്. എന്താണ് ഇത്? വലിയ അപകടമല്ലേ? ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിഷയമല്ലേ ഇത്? ഇത്തരം സർട്ടിഫിക്കറ്റുകൾ, വലിയ വലിയ ഉദ്യോഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ പൈസ കൊടുത്ത് വ്യാജമായി സംഘടിപ്പിച്ച് അതുമൂലം ലഭിക്കുന്ന ജോലി, അതിലെ സമ്പാദ്യം, അതിലൊക്കെ ആദ്യം നടത്തിയ വഞ്ചനയുടെ ഒരു പങ്കുണ്ടാവില്ലേ? തീരെ ലാഘവത്തോടെ കാണാൻ പറ്റുന്ന വിഷയമാണോ ഇത്? തുടക്കം മുതലേ മാറി നിൽക്കേണ്ട വിഷയമല്ലേ ഇത്? അറിവില്ലാത്ത വിഷയങ്ങളിൽ അത് അറിയില്ല എന്ന് പറയുകയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മര്യാദ. അറിയാത്ത കാര്യം അറിയുമെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് തെറ്റാണ്. മാത്രമല്ല, ഏത് യൂണിവേഴ്സിറ്റിയുടെ പേരിലാണോ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത്, ആ സ്ഥാപനത്തിനെതിരെ നടത്തിയ കള്ളപ്രചരണം കൂടിയാണത്.
ആ സ്ഥാപനത്തിനെതിരെ നമ്മൾ നടത്തുന്ന കള്ളപ്രചാരണമാണ്. ഇതിനൊക്കെ പുറമെ ഇങ്ങനെ തിരുമരം നടത്തിയ ആളായതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് ഒഴിവാക്കി തൗബ ചെയ്യുന്നത് വരെ വിശ്വസിക്കാൻ കൊള്ളാത്ത മതവിഷയങ്ങൾ സാക്ഷിക്ക് പറ്റാത്ത ആളായി മാറുകയും ചെയ്യുന്നു. ഗൗരവമാണ് വിഷയം. സാർവത്രികമായിട്ട് നടക്കണില്ല. വിദ്യാഭ്യാസപരമായ ചില സർട്ടിഫിക്കറ്റ് ഉദാഹരണമായി പറഞ്ഞു തന്നേ ഉള്ളൂ. എല്ലായിടത്തും തരികിടയാണ്. റേഷൻ കാർഡ് അതിലും തരികിട. BPL APL വരുമാനം കുറച്ച് കാണിച്ചിട്ട് ആരാന്റെ ഹക്ക് പിടുങ്ങുക. ഇതൊക്കെ എങ്ങനെ എവിടെ പോയിട്ടാണ് ഈ പാപങ്ങളൊക്കെ മുസ്ലിം സമൂഹം കൊണ്ടുപോയി തീർക്കുക? മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ആരും ചെയ്യാൻ പാടില്ല. ഇസ്ലാമിന്റെ വക്താക്കളെ ചെയ്യാൻ പാടില്ല. എത്ര ആളുകളാണ് നാട്ടിൽ വരുമാനം കുറച്ച് കാണിച്ച് ആരാണ് അവകാശപ്പെട്ട ഗവൺമെന്റ് ഇന്ന ടീമിനാണെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ നമുക്കത് ഹലാലാകുക? അള്ളാന്റെ അടുത്തേക്ക് മടങ്ങിത്തില്ലേണ്ട ആളുകളെ നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ കൈകെട്ടി ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരില്ലേ? അതുപോലെ തന്നെയാണ് കോൺട്രാക്ട് ലംഘനങ്ങൾ. അഗ്രിമെന്റ് ഉണ്ടാക്കും. ഒരു എംപ്ലോയർ ഒരു എംപ്ലോയിയുമായി തൊഴിലാളിയുമായി അഗ്രിമെന്റ് വെക്കും, കോൺട്രാക്ട് ഉണ്ടാക്കും. എന്നിട്ട് അയാൾ ജോലിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ കോൺട്രാക്ടിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കും. ഒഫീഷ്യൽസിനെ കാണിക്കാൻ ഒരു കോൺട്രാക്ട്, യഥാർത്ഥത്തിൽ നടക്കുന്നത് മറ്റൊരു കോൺട്രാക്ട്. എവിടെ പോയി കഴുകാനാണ് ഈ പാപഭാരങ്ങളൊക്കെ? എന്തിനാണ് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ പറ്റിച്ച് ജീവിക്കുന്നത്? അന്തസ്സായി ഇജ്ജത്തോടെ ജീവിക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? എത്രയോ അനുഭവങ്ങളില്ല. തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ. നമ്മുടെ കീഴിൽ ജോലിക്കാരനെങ്കിൽ നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഇതാണ് മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാം തന്റെ ഖൗമിനോട് പറയുന്നത്. ആ ഖൗമിന്റെ കഥ റബ്ബ് നമ്മളോട് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ചെയ്യരുത്. ഗുരുതരമായ തെറ്റാണ്. റബ്ബിന് ശിക്ഷയ്ക്ക് വിധേയമാവും. ഈ ദുന്യാവെന്ന് തന്നെ അതിന് ശിക്ഷ അനുഭവിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഒരു മനുഷ്യനെ നമ്മൾ ഏതെങ്കിലും നിലക്ക് അടങ്ങാറാക്കിയാൽ പോകുന്നതിനും ഇതിൽ തന്നെ കിട്ടും. അത് ഏതെങ്കിലും തരത്തിൽ കിട്ടും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ആരെയെങ്കിലും ബുദ്ധിമുട്ടിക്കണം, പൊരുത്തപ്പെടിപ്പിക്കണം, എന്നിട്ട് നമ്മൾ തൗബ ചെയ്യും. അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ശുഐബ് നബി അലൈഹി സ്വലാം ഖൗമിനോട് പറയുന്ന ഉപദേശമാണ്. ഭൂമിയിൽ അല്ലാഹു നടപ്പാക്കിയ സാൻമാർഗിക പരിധികൾ അത് ലംഘിച്ച് നിങ്ങൾ ഇവിടെ കുഴപ്പമുണ്ടാക്കരുത്. എല്ലാ കുഴപ്പവും ഇതിൽ പെട്ടു. ഏത് തരത്തിലുള്ള സ്വഭാവ നടപടികളിലാണെങ്കിലും, കച്ചവടത്തിന്റെ കാര്യത്തിലാണെങ്കിലും, അക്രമത്തിന്റെ വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ മദിയൻകാരായ ആളുകൾ ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ ഖൗമിന് ഉണ്ടായിരുന്ന കുറെ വേണ്ടാത്തരങ്ങൾ, അവർ ചെയ്തിരുന്ന കുറെ വേണ്ടാത്തരങ്ങൾ, വഴിയാത്രക്കാരെ ആക്രമിക്കുക, പിടിച്ചു പറിക്കുക, ചുങ്കം വാങ്ങുക, അങ്ങനെ പല അതിക്രമങ്ങൾ അവർ ചെയ്തിരുന്നതാണ്. അതാണ് വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. എന്തിനാ ഇപ്പൊ ഓരെ പറയണത്? ഈ കാലം ഇപ്പം അങ്ങനെ തന്നെയുള്ളല്ലേ. പരിഷ്കൃത യുഗം എന്ന് പറയുന്ന ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നത്, കുഴപ്പങ്ങളും അക്രമങ്ങളും വർദ്ധിച്ചു വരികയല്ലാതെ കുറയുന്ന ലക്ഷണം കാണുന്നില്ല. ഒരു മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് സ്വൈരമായി സമാധാനത്തോടെ ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥകളാണ് പല പ്രദേശത്തുനിന്നുള്ളത്. ഉദാഹരണ സഹിതം പറയേണ്ട കാര്യമല്ല, എല്ലാവർക്കും വ്യക്തമാണ്. പത്രത്താളുകളിൽ, വാർത്താമാധ്യമങ്ങളിൽ, മറ്റു വാർത്താവിനിമയ മേഖലകളിൽ, മാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ഇത് പരസ്യമാണ്. സ്വൈരത്തോടെ ജീവിക്കാൻ ഒരു മനുഷ്യനെ അനുവദിക്കുന്നത്. അത് ഗവൺമെന്റ് തലങ്ങളിൽ വരെ അങ്ങനെ വരികയാണ്. ഔദ്യോഗികമായി വരെ വേണ്ടാത്തരങ്ങളും അഴിമതികളും അക്രമങ്ങളും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും ഒക്കെ നടത്തിയിട്ട് ആളുകളുടെ സ്വൈരം കളയുകയാണ്. ആളുകൾക്ക് മേൽ അധിക നികുതി ഭാരം ചുമത്തിയും മറ്റു പല നിരക്കും പാവങ്ങളായ ആളുകളെ പീഡിപ്പിച്ചും വേണ്ടതുപോലെ സേവനങ്ങൾ കൊടുക്കാതെ വിഷമിപ്പിച്ചും ഒക്കെ എല്ലാ നിരക്കും ഫസാദുകൾ നടക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. നമുക്ക് ആ ബോധം വരണം. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ, ഒരു കുഴപ്പത്തിനും മുന്നോട്ട് വരാതെ നിൽക്കേണ്ട ആളുകളാണ് അവർ. ദൗർഭാഗ്യകരമാണ് നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളിലും നമ്മുടെ ഖൗമിന്റെ പേരുള്ള ആളുകളാണ് പലതിലും മുന്നിലുണ്ടാവുന്നത് എന്ന്. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ആമീൻ. നമ്മൾ ശ്രദ്ധിക്കണം. 86-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശുഐബ് നബി അലൈഹി സ്വലാം ചെയ്ത മൂന്നാമത്തെ ഉപദേശമാണ് അല്ലെങ്കിൽ വിഷയമാണ് ഇനി അള്ളാഹു തആല പറയുന്നത്. എന്താ പറയുന്നത്? വഴിവക്കുകളിരുന്ന് നിങ്ങൾ ആളുകളെ ഭീഷണിപ്പെടുത്തരുത്. അള്ളാഹുവിന്റെ വഴി, അള്ളാഹുവിൽ വിശ്വസിച്ച സത്യവിശ്വാസികളായ ആളുകളെ വഴിതെറ്റിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അള്ളാഹുവിന്റെ നേരായ മാർഗം വളവും വക്രതയുമുള്ളതായി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്.
വഴിയത്രക്കാരായ ആളുകളെ കൊള്ളയടിക്കുക, ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ കൈകളൊക്കെ പിടിച്ചു വാങ്ങുക, ഇതവർ ചെയ്തിരുന്നു. ചരക്കുകളുമായി പോകുന്ന ആളുകൾക്ക് ചുങ്കം വാങ്ങുക, ടാക്സ്, ചുങ്കം വാങ്ങുക, ടോൾ വാങ്ങുക. അതേപോലെ ശുഐബ് നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെടുന്ന ആളുകളെ പല വസ്വാസുകളും പറഞ്ഞ് ദുർബോധനങ്ങളും നടത്തിയിട്ട് വഴിമുടക്കുക, അങ്ങനെ പോകണ്ടെന്ന് പറയാം, പിന്തിരിപ്പിക്കുക, വിശ്വസിച്ച ആളുകളെ മർദ്ദിക്കുക, ഭീഷണിപ്പെടുത്തുക, ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ കള്ളം പ്രചരിപ്പിക്കുക, മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുന്ന സത്യസന്ദേശങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെ പലതും അവർ ചെയ്തിരുന്നു എന്ന് നിരവധി റിപ്പോർട്ടുകളിൽ കാണാം. ഏറെക്കുറെ ഇവയൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള മുശ്രിക്കുകളും ചെയ്തത് തന്നെയാണ്, അല്ലെ? നമുക്കറിയാം, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലേക്കുള്ള വഴി, മഹാനവറുടെ അടുത്തേക്ക് എത്താനുള്ള എല്ലാ വഴികളും ആ വഴികളിലൊക്കെ ഈ പ്രമാണിമാരായ ആളുകൾ ചെന്നിരിക്കും, നാട്ടുകാർ ചെന്നിരിക്കും. എന്നിട്ട് അങ്ങോട്ട് പോകുന്ന ആളുകൾ തടയും, പിന്തിരിപ്പിക്കും, ഭീഷണിപ്പെടുത്തും. അയാൾ നുണയനാണ്, അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ പറയും. ഏതുപോലെ ഖുറൈശ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന അതേപോലെ തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അനുഭവിക്കേണ്ടി വന്നത്. പിന്നെ ശുഐബ് നബി അലൈഹി ഇസ്ലാം അവരോട് പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ ആലോചിക്കണം, മുമ്പ് നിങ്ങൾ കുറച്ചാളുകളെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോ നിങ്ങളെ ഒരുപാട് ആളുകളുടെ ഒരു സമുദായമായി അല്ലാഹു തആല വർദ്ധിപ്പിച്ചിരിക്കുന്നു, വലിയ സമുദായമാക്കി റബ്ബ് മാറ്റിയിരിക്കുന്നു. അതൊരു അനുഗ്രഹമല്ലേ? ആ അനുഗ്രഹം നിങ്ങൾ ഓർക്കണ്ട. അപ്പൊ നിങ്ങൾ എത്രങ്ങനെ വളർത്താറാകുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ അതിന് നന്ദിയുള്ളവരാകുകയല്ലേ വേണ്ടത്? നന്ദി കാണിക്കുന്നതിന് പകരം മേൽ പറഞ്ഞതുപോലെയുള്ള വേണ്ടാത്രങ്ങൾക്കാണ് നിങ്ങൾ മുതിരുന്നത്. അങ്ങനെ നിങ്ങൾ മുതിരുകയാണെങ്കിൽ, അത് നിർത്താൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് നേരിട്ടതുപോലെയുള്ള ശിക്ഷ നിങ്ങൾക്കും നേരിടേണ്ടി വരും. ഇതാണ് 86-ാമത്തെ ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تقعدوا بكل صراط توعدون وتصدون عن سبيل الله من آمن به وتبغونها عوجا واذكروا إذ كنتم قليلا فكثركم وانظروا كيف كان عاقبة المفسدين. ولا تقعدوا നിങ്ങൾ ചെന്നിരിക്കരുതേ ബികുല്ലി സിറാത്തിൻ ഓരോ വഴിയിലും നിങ്ങൾ ചെന്നിരിക്കരുതേ. എന്താണ് അവിടെ ഇതിന്റെ പണി? തുഇദൂന നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നവരായി, വതസുദ്ദൂന നിങ്ങൾ തടയുന്നവരായി, അൻ സബീലില്ലാഹി അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന്, മൻ ആമന ബിഹി അല്ലാഹുവിൽ വിശ്വസിച്ച ആളുകളെ ആ വഴിയിൽ നിന്ന്, റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് തടയാൻ വേണ്ടി, അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഓരോ വഴികളിലും നിങ്ങൾ ചെന്നിരിക്കരുതേ. അല്ലാഹുവിന്റെ മാർഗം വക്രമായി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യരുത്. നിങ്ങൾ ആഗ്രഹിക്കരുത്, നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യരുത്. ആ മാർഗത്തെ, അള്ളാഹുവിന്റെ മാർഗത്തെ നിങ്ങൾ ആഗ്രഹിക്കരുത്. ഇവജൻ വളവുള്ളതായി കാണാൻ, വക്രമായി ഉള്ളതായി കാണാൻ, അല്ലെങ്കിൽ ആ സത്യദീനിനെ വളവുള്ളതാക്കി കാണിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടരുത്. അതാണ് പോലും ചെയ്യണത്. വഴിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് വരുന്ന ആളുകളൊക്കെ പറയാം അത് തെറ്റാണ്, അയാൾ പറയുന്ന നുണയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ അള്ളാഹുവിന്റെ മാർഗത്തെ വക്രീകരിച്ച് കാണിക്കുകയാണ്. അപ്പൊ ആ സബീൽ, ആ അള്ളാഹുവിന്റെ മാർഗത്തെ വക്രീകരിച്ച് കാണിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുകയും ചെയ്യരുത്. ആ മാർഗത്തെ വക്രമായി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. നിങ്ങൾ ഓർക്കണം, ഇത് കുന്തും ഖലീലൻ, നിങ്ങൾ ഓർക്കണം, ഇത് കുന്തും ഖലീലൻ, നിങ്ങൾ കുറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്ന ആ സന്ദർഭം, നിങ്ങൾ കുറഞ്ഞ ആളുകളുടെ സമൂഹമായിരുന്നല്ലോ. ഫകസ്തറക്കും, അന്നങ്ങനെ അള്ളാഹു നിങ്ങളെ വർദ്ധിപ്പിച്ചില്ലേ, നിങ്ങൾക്ക് വർധനവ് തന്നില്ലേ. നിങ്ങൾ ആദ്യം കുറച്ചു പേർ മാത്രമായിരുന്നു, എന്നിട്ട് അവൻ നിങ്ങളിൽ വർധനവ് ഉണ്ടാക്കിയത് നിങ്ങൾ ഓർക്കണം. അതുപോലെ നിഅമത്തല്ലേ. വൻദുറൂ, നിങ്ങൾ ആലോചിക്കണം, കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ, കുഴപ്പമുണ്ടാക്കുന്ന ആളുകളുടെ പര്യവസാനം, അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ശരിക്കും ആലോചിക്കുകയും വേണം. നിങ്ങളതൊന്നും പറഞ്ഞത് കേൾക്കാതെ തുടരാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ, അതേ സ്വഭാവം സ്വീകരിച്ച മുൻ സമുദായക്കാരുടെ നിലപാടുകൾ, മുഫ്സിദീങ്ങളുടെ ആഖിബത്ത് എങ്ങനെയായിരുന്നു നിങ്ങൾ? ഇതാണ് ശുഐബ് നബി അലൈഹി ഇസ്ലാം അവരോട് പറയുന്നത്. അപ്പൊ ബഹുവനഹ ഇവത എന്നത് മനസ്സിലായല്ലോ അല്ലെ?
അള്ളാഹുവിന്റെ വഴി വക്രമായി അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ വഴിയിലും ചിന്തിക്കരുതെന്ന്. അന്നത്തെ കാലം പോകട്ടെ, ഇന്നിപ്പോ അങ്ങനൊക്കെ തന്നെയാണ് അല്ലേ? എല്ലാ വേണ്ടാത്തരങ്ങളും നാൾക്കുകാലം വർദ്ധിച്ചു വരുന്നുണ്ട്. അക്രമങ്ങളും അനീതികളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓരോന്നിന്റെയും പേരുകളും സ്വഭാവങ്ങളും രീതികളും മാറുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തെ വക്രമായി അവതരിപ്പിക്കാൻ രംഗത്തുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിന് കച്ചകെട്ടിയ ഇറങ്ങിയ ആളുകളുണ്ട്. അന്നത്തെ കാലം അതേപോലെ തന്നെ ഇന്നും ആയി മാറുന്നു. വേണ്ടാത്തരങ്ങൾ വർദ്ധിക്കുകയാണ്. ഇവിടെ വേറൊരു വ്യത്യാസം കൂടിയാണ്. എന്താണെന്നറിയോ? അതത് നബിമാരുടെ കാലത്ത് അവരിൽ വിശ്വസിച്ച സത്യവിശ്വാസികൾ മുഅ്മിനീങ്ങളൊന്നും ഈ വേണ്ടാത്തരങ്ങൾ ചെയ്തിട്ടില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അവരെ വിശ്വസിച്ച അവരനുയായികളില്ലേ, ആ അനുയായികൾ ഈ വേണ്ടാത്തരങ്ങളിൽ ഉണ്ടാവില്ല. അവർ മുഅ്മിനീങ്ങളാവുന്നവരൊക്കെ നിർത്തി മാറി നിൽക്കും. ചിന്ന അങ്ങനെയല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുന്ന, അവിടുത്തെ ഉമ്മത്തികളാണെന്ന് അവകാശപ്പെടുന്ന, മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് ഇന്ന് ഇത്തരം വേണ്ടാത്തരങ്ങൾക്ക് മുൻപന്തിയിൽ എന്നൊരു വ്യത്യാസം ഉണ്ട്. അത് വലിയൊരു വ്യത്യാസമാണ് അല്ലേ? പണ്ട് കാലത്ത് അമ്പ്യാക്കളെ കൂടെയുള്ള ആൾക്കാരത് ചെയ്യൂല. ഇന്ന് അവസാനത്തെ പ്രവാചകരായ അഫ്ദലുർ റസൂലായ അഷ്റഫുൽ ഖൽഖായ നമ്മുടെ കരളിന്റെ കഷ്ണമായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താൻ നമ്മൾ വേണ്ടാത്തരങ്ങളിലേക്ക് പോവാൻ. നമ്മുടെ പേരുകൾ പത്രങ്ങളിൽ വരാണ്, TV മാധ്യമങ്ങളിൽ വരാണ്, ഹൈലൈറ്റ് ചെയ്യപ്പെടാണ്, തെറ്റുകളിൽ നമ്മൾ പിടിക്കപ്പെടാണ്. അല്ലാഹു നമ്മുടെ ഖൗമിന് ബോധം നൽകട്ടെ. ഇതൊക്കെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമാണ് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ഇത്തരം സംഭവങ്ങൾ അല്ലാഹു തആല ലോകാവസാനം വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആനിൽ പലയിടത്തും വിസ്തരിച്ച് പറയുന്നത്. നിങ്ങളിത് പഠിക്കണം, പാഠം ഉൾക്കൊള്ളണം. മദിയൻ നിവാസികളായ ശുഐബ് നബി ഇസ്ലാം അവിടുത്തെ സമുദായത്തിന് നൽകിയ ഉപദേശങ്ങൾ ഇന്നും നമ്മൾ ഓതുന്ന പരിശുദ്ധ ഖുർആനിൽ പ്രസക്തമായി നിലനിൽക്കുകയാണ്. അത്തരം വേണ്ടാത്തരങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പാഠമാവാൻ വേണ്ടി, അത് ഉൾക്കൊള്ളാൻ വേണ്ടി. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെയും സമുദായങ്ങളുടെയും ചരിത്രമുള്ള വിവരിച്ചു തരുന്നത് ഇതിനാണ്. ഖുർആൻ നിലവിലുള്ള കാലത്തോളം അതിന്റെ ആവശ്യകതയും നിലനിൽക്കും. ചിന്തിക്കുന്ന ആളുകൾക്ക് നിരവധി പാഠങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ പലയിടത്തും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് പാടില്ല, അല്ലാത്തവർക്ക് ചർച്ചയില്ല. 87-ാമത്തെ ആഴ്ച നോക്കാം. ഏതായാലും മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാം ഇങ്ങനെയൊക്കെ ദഅവത്ത് നടത്തിയിട്ടും ചുരുക്കം ചില ആളുകളാണ് മഹാനവറുകളൊപ്പം സ്വീകരിച്ചത്. ഇത്രയെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും വിശ്വസിക്കാത്തവരോട് ഇനി മഹാനവറുകൾ പറയുന്നതാണ് അടുത്ത ആയത്തിലുള്ളത്, 87-ലുള്ളത്. ഇങ്ങനൊക്കെ പറഞ്ഞു തന്നിട്ടും നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ടറിയുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ വിധി വരുന്നത് വരെ കാത്തിരിക്കുക. ഇതാണ് മഹാനവറുകളോട് പറഞ്ഞത്. താക്കീതാണ്. സത്യവിശ്വാസികൾക്ക് സന്തോഷപ്രദമായ ഒരു പ്രസ്താവനയും. നോക്കാം 87-ാമത്തെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن كان طائفة منكم آمنوا بالذي أرسلت به وطائفة لم يؤمنوا فاصبروا حتى يحكم الله بيننا وهو خير الحاكمين. മഹാനവറുകൾ പറയാണ്, വഇൻ കാന ത്വായിഫത്തും മിൻകും, നിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമാണെങ്കിൽ, ആമനു വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ, ബില്ലദി ഉർസിൽതു ബിഹി, ഞാൻ ഏതൊരു ദൗത്യം കൊണ്ടാണോ നിയോഗിക്കപ്പെട്ടത് ആ ദൗത്യം നിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം വിശ്വസിച്ചു, ശരി. വത്വായിഫത്തും, മറ്റൊരു വിഭാഗം ലം യുഅ്മിനു, വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഒരു കൂട്ടർ മാത്രം വിശ്വസിച്ചു, ബഹുഭൂരിഭാഗം വരുന്ന മറ്റൊരു കൂട്ടർ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഇനി എനിക്കൊന്നും പറയാനില്ല, ഫസ്ബിറു, നിങ്ങൾ ക്ഷമിച്ചിരിക്കും, നിങ്ങൾ കാത്തിരിക്കൂ, ക്ഷമിക്കൂ. ഹത്താ യഹ്കുമ അല്ലാഹു ബൈനന, അള്ളാഹു നമുക്കിടയിൽ ഒരു വിധി പറയുന്നത് വരെ. എന്റെ കാര്യത്തിൽ നിങ്ങൾ ഭിന്നിക്കുകയാണെങ്കിൽ എന്നർത്ഥം. നിങ്ങൾ ഒരു പാർട്ടി വിശ്വസിച്ച് മറ്റൊരു ടീം വിശ്വസിച്ചില്ല. അപ്പൊ എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ഭിന്നിക്കുകയാണെങ്കിൽ നമുക്കിടയിൽ അള്ളാഹുവിന്റെ ഒരു വിധി വരുന്നത് വരെ, ഉണ്ടാകുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കണം. എന്നാണ് അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത് വരെ എന്നർത്ഥം. ഓവ ഖൈറുൽ ഹാക്കിമീൻ, അള്ളാഹു വിധികർത്താക്കളെ വെച്ച് ഏറ്റവും നല്ല വിധികർത്താവാണല്ലോ. അള്ളാഹു നന്നായി വിധി പറയുന്ന ആളാണല്ലോ, നന്നായി വിധി നടപ്പാക്കുന്ന ആളാണല്ലോ, നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് കാത്തിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക കാത്തിരുന്ന് കാണാം. പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആ ഖൗമിലെ നേതാക്കൾ നൽകിയ മറുപടി നിരാശാജനകമായിരുന്നു, ധിക്കാരം നിറഞ്ഞതായിരുന്നു. ആ മറുപടിയാണ് ഇൻഷാ അല്ലാഹ് അടുത്ത പേജിലുള്ളത്. നമുക്ക് ഇവിടെ പഠിക്കാം. ഈ പേജിൽ ഇത്രയാണ് പഠിക്കാനുള്ളത്. അൽഹംദുലില്ലാഹ്, റബ്ബിന്റെ വലിയ തൗഫീഖോടുകൂടി 8-ാമത്തെ ജുസ്ഉ കൂടെ നമ്മൾ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അള്ളാഹു ബാക്കിയുള്ള ജുസ്ഉകളും റാഹത്തായി സന്തോഷത്തോടെ പഠിച്ച് പൂർത്തിയാക്കാൻ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഇഖ്ലാസും ഒക്കെ റബ്ബ് നൽകി.
ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ റഹ്മാൻ റഹീമാകുന്ന ഞങ്ങൾ സ്വീകരിക്കാം റബ്ബേ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും പഠിച്ചതും ഖബൂലാക്കണം അല്ലാഹ്. ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകണം. എല്ലാ വേണ്ടാത്തരങ്ങളിൽ മാറി നിൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റബ്ബേ. ഞങ്ങൾ ഉമ്മത്തിന് ബോധം നൽകണം റഹ്മാൻ. നല്ല ബോധം നൽകണം അല്ലാഹ്. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കണം തമ്പുരാനെ. ഞങ്ങൾ തൗബകൾ സ്വീകരിക്കണം അല്ലാഹ്. മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം തമ്പുരാനെ. രോഗികൾക്ക് ശിഫ നൽകണം റഹ്മാൻ. ഒരുപാട് ആളുകൾ എല്ലാവരുടെയും മുറാദുകൾ സാക്ഷി കൊടുക്കണം അല്ലാഹ്. എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തണം തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم الله انك مجيب الدعوات يا قاضي الحاجات طيب تراهم مجيبا الله. അല്ലാഹുവേ പരിശുദ്ധ ഖുർആൻ ഒരു ജുസും കൂടെ ഞങ്ങൾ പഠിച്ച് പൂർത്തിയാക്കി. നിനക്ക് ഒരുപാട് സ്തുതികൾ അൽഹംദുലില്ലാഹ്. അല്ലാഹ് ഇനിയും നീ ഞങ്ങൾക്ക് ആയുസ്സ് തരണം, തൗഫീഖ് തരണം, ബാക്കിയുള്ള ഭാഗം പഠിച്ച് പൂർത്തിയാക്കാൻ, പഠിച്ച് പകർത്താൻ നാളെ നിന്റെ അടുക്കൽ വരുമ്പോൾ രക്ഷപ്പെടാൻ വഴിയായി റബ്ബേ അത് മാറ്റിത്തരണം. ഞങ്ങളെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനമുള്ളവനാണ് മാറ്റിത്തരണം അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഞങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.